CPM-നെതിരെ പോർമുഖം തുറന്ന് PV അൻവർ MLA. രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിൽ. കൂടുതൽ രേഖകളും തെളിവുകളും പുറത്തുവിടുമെന്ന് അൻവർ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിലമ്പൂരിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന്. കോഴിക്കോട് മുതൽ ചൊക്ലി വരെ വിലാപയാത്ര. സംസ്കാരം വൈകിട്ട് 5-ന് കണ്ണൂർ ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ. കൂത്തുപറമ്പ് തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിൽ CPM ഹർത്താൽ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. പ്രോസിക്യൂഷൻ അഭിഭാഷകരെ കാണാൻ അന്വേഷണ സംഘം ഡൽഹിയിൽ. തിരക്കിട്ട് അറസ്റ്റ് ചെയ്യണോ എന്നതിൽ ആശയക്കുഴപ്പം. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണം. 301 കോളനിക്ക് സമീപം ചക്കക്കൊമ്പൻ വീട് തകർത്തു. വീട്ടുകാർ മാറിയതിനാൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സെന്തിൽ ബാലാജി അടക്കം 4 പേർ കൂടി മന്ത്രിസഭയിലേക്ക്. ഉദയനിധിക്ക് ആസൂത്രണം, വികസനം എന്നീ വകുപ്പുകൾ കൂടി നൽകും. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ എവേ മത്സരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. മത്സരം രാത്രി 7:30-ന് ഗുവാഹത്തിയിൽ.